മകളെ. യെസ്, അപ്പോൾ നമ്മുടെ ഹൂ ഇസ് അവർ നെയ്ബർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, നമുക്ക് 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലെ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്താ ഭയങ്കര കളർഫുൾ അല്ലെ, ചിത്രങ്ങളും കാര്യങ്ങളും എന്താണ് കളറിങ്ങും ഒക്കെയാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടാവാം. അപ്പോൾ നോക്ക്, നിങ്ങളോട് ഇതേപോലെ വരക്കാനും പിടിക്കാനും വട്ടമിടാനും ഒക്കെയാണ് നിങ്ങൾ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വസ്തുക്കളുടെ പേര് എഴുതാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആക്ച്വലി പഠിക്കാൻ പോകുന്നതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? നോക്കിയേ നിങ്ങൾ, there are many types of houses. ഓക്കെ, എന്തുണ്ട്, ഒരുപാട് തരത്തിലുള്ള വീടുകളുണ്ട് നമുക്കറിയാം അല്ലേ. സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ. ചിലത് എന്തായിരിക്കും, വലുതായിരിക്കും, ചിലത് സ്മോൾ ആയിരിക്കും. നോക്ക്, സം ഹൗസസ് ഹാവ് 2 or 3 റൂംസ്. ചില വീടിന് എന്തുണ്ടാവും, 2-3 റൂമുകളൊക്കെ ഉണ്ടാവും. സം ഹൗസസ് ഹാവ് മെനി റൂംസ് അല്ലേ. ചില വീടിനാണെങ്കിൽ ഇഷ്ടംപോലെ റൂം ഉണ്ടാവും, കുറേ റൂം ഉണ്ടാവും അല്ലേ. 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ റൂംസ് ഉണ്ടാവും. ദീസ് റൂംസ് ഹാസ് ഡിഫറെൻറ്റ് യൂസസ്. ഈ റൂമിനൊക്കെ എന്തുണ്ട്, ഡിഫറെൻറ്റ് യൂസസ് ഉണ്ട് അല്ലേ. ഈ റൂമിനൊക്കെ എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. മനസ്സിലായോ? ഈ റൂമിനൊക്കെ എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ നോക്കണേ നിങ്ങൾ. Look at the pictures given below and write the names of the rooms. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എന്ത് ചെയ്യുക, റൂം താഴെ നോക്കുക. നമ്മൾ ഇവിടെ നോക്കുക. Look at the pictures given below and write the names of the rooms. നോക്ക്, ഇവിടെ എന്തുണ്ട്, നമ്മുടെ വീട്ടിൽ ഓരോ മുറികളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ നോക്കുക, എന്നിട്ട് താഴത്ത് ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. ഫസ്റ്റ് വൺ എന്താണ്, ബക്കറ്റ് കാണുന്നുണ്ട്, നമ്മൾ ഷവർ കാണുന്നുണ്ട്, ബക്കറ്റ് കാണുന്നുണ്ട്, സോപ്പ് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കട്ടിൽ കാണുന്നുണ്ട്, നമ്മൾ ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ ഗ്യാസ് അടുപ്പുണ്ട്, മുളക് പൊടിയുണ്ട്, ചെമ്പ് ഉണ്ട്, പുകയുണ്ട്, ഒക്കെ ഉണ്ട്, ചോറൊക്കെ വെക്കുന്നുണ്ട് അല്ലേ. നോക്ക്, നമ്മളൊന്ന് എഴുതിക്കേ. ഇവിടെ എന്താണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുക, എന്താടാ? ഓക്കെ, നോക്ക്, ദിസ് ഇസ് ബാത്റൂം. ബാത്റൂം അല്ലേ. രണ്ടാമത്തെ എന്താ, നമ്മൾ ബെഡ്റൂമാ അല്ലേ. നമ്മളെ ബെഡൊക്കെ ഉണ്ട്, നമ്മൾ വിശ്രമിക്കുന്ന റൂമാണ്, ബെഡ്റൂം ഉണ്ട്. മൂന്നാമത്തെ നോക്ക് നിങ്ങൾ. മൂന്നാമത്തെ എന്താണ്, മൂന്നാമത്തത് നമ്മൾ കാണുന്നുണ്ട് കിച്ചൺ ആണ്. അപ്പൊ നോക്കിയേ നിങ്ങൾ, ഇറ്റ് ഈസ് കിച്ചൺ അല്ലേ. അടുപ്പുണ്ട്, ചട്ടിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല മീൻകറിയൊക്കെ വെക്കുന്നുണ്ട്, ചോറും മീൻകറിയൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത് നോക്കിയേ നിങ്ങൾ. യെസ്, ദിസ് ഈസ് എന്താണ്, നമ്മുടെ ലിവിങ് റൂമാണ്, അല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ് റൂം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ലിവിങ് റൂം എന്ന് പറയാം. ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഇരുത്തുന്നത് അല്ലേ. യെസ്, അടുത്ത എന്താണ്, ഇറ്റ് ഈസ് ഡൈനിങ് റൂം. Okay, and this is store room. ഇവിടെ നമുക്ക് ഒരു ചെറിയ ചേഞ്ച് വരുത്താം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ഡ്രോയിങ് റൂം എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ഡ്രോയിങ് റൂം എന്ന് കൊടുക്കാം കേട്ടോ. അപ്പം നോക്ക് നിങ്ങൾ, നമ്മൾ ഡ്രോയിങ് റൂം പഠിച്ചു, ഡൈനിങ് റൂം പഠിച്ച്, നമ്മൾ സ്റ്റോർ റൂം പഠിച്ചു അല്ലേ. ഇതൊക്കെ നമ്മളിവിടെ പഠിച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ദ റൂംസ് വിത്ത് ദ യൂസസ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന റൂം എന്തിനാണ്, അതിൻ്റെ ഉപയോഗം, യൂസ് എന്താണോ യൂസിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. മനസ്സിലായോ? അതായത് എന്തിനാണ്, വൈ ഡു വി യൂസ് ദീസ് റൂംസ്, നമ്മൾ എന്തിനാണ് ഈ റൂംസ് ഉപയോഗിക്കുന്നത്. നോക്ക്, നമ്മൾ എന്തിനാ ബെഡ്റൂം ഉപയോഗിക്കുന്നത്, നമ്മൾ ഇറ്റ് ഈസ് ടു സ്ലീപ്പ് അല്ലേ, നമ്മൾ സ്ലീപ്പ് ചെയ്യാം. രണ്ടാമത്തത് ഹിയർ വി ഹാവ് ബാത്റൂം. നമ്മൾ എന്തിനാ ബാത്റൂം ഉപയോഗിക്കുന്നത്, സിനിമ കാണാനാണോ, നമ്മൾ സിനിമ കാണാനാണോ ബാത്റൂം ഉപയോഗിക്കുക? ഒരിക്കലുമല്ല അല്ലേ. നമ്മൾ എന്തിനാ ഉപയോഗിക്കുക, ടു ടേക്ക് ബാത്ത്, നമ്മൾ കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ നമ്മൾ വാഷ്റൂം ഉപയോഗിക്കും. മൂന്നാമത്തത് ഇറ്റ് ഇസ് ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക, ടു വെൽക്കം ദ ഗസ്റ്റ് അല്ലേ, അതിഥികളെ സ്വീകരിച്ചിരുത്താൻ. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ എവിടെ കൊണ്ടിരുത്തും, നമ്മൾ അവിടെ കൊണ്ടിരുത്തും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ ഗസ്റ്റിനെ കൊണ്ടിരുത്തും. ഓക്കെ, നമ്മൾ ഗസ്റ്റുകളൊക്കെ ഡ്രോയിങ് റൂമിൽ കൊണ്ടിരുത്തും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവരെ ട്രീറ്റ് ചെയ്യും. നാലാമത്തത് ഡൈനിങ് ആണ്. ഡൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്ക്, ഇറ്റ് ഈസ് ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ നോക്ക്, ടു ഈറ്റ്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭക്ഷണം
കഴിക്കാനാണ്. ഡൈനിങ് റൂം എന്ന് പറയാൻ എന്താ, നമ്മൾ ഫുഡ് കഴിക്കാൻ, നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് ഡൈനിങ് റൂം യൂസ് ചെയ്യുന്നത്. അടുത്തത് നോക്ക് നിങ്ങൾ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, ടു സ്റ്റോർ തിങ്സ്. നമ്മൾ സാധനങ്ങളൊക്കെ അടുക്കി വെക്കൂലേ, നമ്മൾ കിച്ചണിലൊക്കെ വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു കൂട്ടി വെക്കൂലേ, നമ്മൾ എടുത്ത് വെക്കൂലേ, നമ്മളെല്ലാം ഇങ്ങനെ കുപ്പിയിലിട്ട് എല്ലാ സംഗതി എന്ത് ചെയ്യും, നമ്മൾ കിച്ചണിൽ തൊട്ടടുത്തുള്ള കുഞ്ഞു റൂമിൽ നമ്മളിങ്ങനെ ഒതുക്കി വെക്കും. അതാണ് എന്ത്, സ്റ്റോർ റൂം. ഓക്കെ. അടുത്ത എന്താണ്, കിച്ചണാണ്. കിച്ചൺ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ കിച്ചൺ ഉപയോഗിക്കുന്നത് എന്തിനാ, നമ്മൾ ടു കുക്ക് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്, കുക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കിച്ചൺ ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലായോ? അപ്പം ഇനി നാളെ നിങ്ങളടുത്ത് ഇതേപോലെ ചോദ്യം ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാൽ എൻ്റെ മക്കൾ ഇത് എഴുതൂലേ, നിങ്ങളെല്ലാവരും ഇത് എഴുതൂലേ, എഴുതണം കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു പാഠമല്ല, നമ്മൾ റൂംസൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റ് എന്ത് ചെയ്യാം, മിസ് വേറെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, റൂംസ് ഇൻ എ ഹോമിലെ ഒരു വീട്ടിലുള്ള റൂമുകളാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ അതിൻ്റെ യൂസസുമാണ് പഠിച്ചത്. ഓക്കെ. ടാറ്റാ, ബൈ ബൈ.